വോട്ട് ക്രമക്കേട് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കും അമ്മ സോണിയാഗാന്ധിക്കുമെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി ബി.ജെ.പി രംഗത്ത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതിനിടെയാണ് അതേ നാണയത്തിൽ ബി.ജെ.പിയും തിരിച്ചടിച്ചത്. രാഹുൽ ഗാന്ധിയുടെ അമ്മയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം ലഭിക്കും മുമ്പ് തന്നെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നാണ് ബി.ജെ.പി ഉയർത്തുന്ന ആരോപണം. ബി.ജെ.പി ഐ.ടി സെൽ അധ്യക്ഷൻ അമിത് മാളവ്യയാണ് ഇത് സംബന്ധിച്ച് ആരോപണം ഉയർത്തുന്നത്. 1980 ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ട്രൽ റോൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചാണ് അമിത് മാളവ്യ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത്. ഇതിൽ സോണിയാഗാന്ധിയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 1983 ഏപ്രിൽ 30 സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെന്നും അമിത് മാളവ്യ ചൂണ്ടിക്കാട്ടുന്നു. ഇത് നഗ്നമായ നിയമലംഘനമായിരുന്നെന്നും അമിത് മാളവ്യ പറയുന്നു. തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ പ്രത്യക്ഷമായ ലംഘനത്തിലൂടെയാണ് സോണിയാഗാന്ധി ഇന്ത്യയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്നും യോഗ്യതയില്ലാത്തവരും അനർഹരുമായ വ്യക്തികളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും SIRനെ എതിർക്കാനുമുള്ള രാഹുലിന്റെ താൽപര്യത്തിന് പിന്നിലെ കാരണം ഇതാകാമെന്നും അമിത് മാളവ്യ കുറിപ്പിൽ ആരോപിക്കുന്നു. സോണിയാഗാന്ധിയുടെ പേര് ആദ്യമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 1980. അവർ ഇന്ത്യയിൽ പൗരത്വം നേടുന്നതിന് 3 കൊല്ലം മുൻപാണ്. അന്ന് അവർ ഇറ്റാലിയൻ പൗരയായിരുന്നു. ആ സമയത്ത് ഗാന്ധി കുടുംബം ജീവിച്ചിരുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ സഫ്ദർജംഗ് റോഡിലായിരുന്നു. അന്ന് വരെ ആ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന വോട്ടർമാർ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും മേനകാ ഗാന്ധിയുമായിരുന്നു. 1980 ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ട്രൽ റോൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി. 1980 ജനുവരി 1 അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇത്. ഈ പുനഃപരിശോധന പ്രക്രിയയ്ക്കിടെ സോണിയാഗാന്ധിയുടെ പേര് 145 പോളിംഗ് സ്റ്റേഷനിലെ 388 സീരിയൽ നമ്പറായി ചേർക്കപ്പെട്ടു. വോട്ടറായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് ഒരു വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന നിയമത്തിന്റെ വ്യക്തമായ ലംഘനമായിരുന്നു ഈ നടപടി. 1982 പ്രതിഷേധത്തിന് പിന്നാലെ അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. പക്ഷേ 1983 വീണ്ടും പേര് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവരുടെ പേര് വീണ്ടും ഉൾപ്പെട്ടത് ഗൗരവകരമായ ചോദ്യങ്ങൾക്ക് വഴിവെച്ചു. ആ കൊല്ലത്തെ വോട്ടർ പട്ടികയുടെ പുതിയ പുനഃപരിശോധനയിൽ പോളിംഗ് സ്റ്റേഷനിൽ 140 263 ക്രമനമ്പറായി സോണിയാഗാന്ധിയെ പട്ടികയിൽ ഉൾപ്പെടുത്തി. വോട്ടർ രജിസ്ട്രേഷനുള്ള യോഗ്യതാ തീയതി 1983 ജനുവരി 1 ആയിരുന്നു. എന്നാൽ സോണിയയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതാകട്ടെ 1983 ഏപ്രിൽ 30 മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൗരത്വത്തിനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാതെ സോണിയാഗാന്ധിയുടെ പേര് 2 തവണ വോട്ടർ പട്ടികയിൽ ഇടം നേടി. ആദ്യം ഒരു ഇറ്റാലിയൻ പൗരയായി 1980, രണ്ടാമത് 1983